അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ചാൾസ് ലോ ആണ്. അപ്പോൾ ബോയിൽസ് ലോ എന്താ പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷർ വേഴ്സസ് വോളിയം റിലേഷൻഷിപ്പാണ്. എന്തിൻ്റെ കേസിൽ? ഗ്യാസസിൻ്റെ കേസിൽ. അപ്പോൾ ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൾസ് ലോ ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ഗെയ്ലെസാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും എന്താണ്, അവർ ഇൻഡിവിജ്വലി ഈ ഗ്യാസസിൻ്റെ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തി. അപ്പോൾ അവർ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് എയർ ആണ്. അതായത് ഹോട്ട് എയർ എന്ന് പറഞ്ഞാൽ എന്താ, ചൂടാക്കിയിട്ടുള്ള ഗ്യാസ് അതെന്ത് ചെയ്തു, ചൂടാക്കിയിട്ടുള്ള എയർ എന്ത് ചെയ്തു, അവരൊരു ബലൂണിനകത്ത് ഫില്ല് ചെയ്തു. ബലൂണിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് അവർ ഈ റിലേഷൻ എങ്ങനെയായിരിക്കും എന്ന് എന്താണ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയറിൻ്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ബലൂണിൻ്റെ വോളിയവും എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നു. അതേപോലെ ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോളിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സയൻറ്റിസ്റ്റിനും എന്ത് കിട്ടി, ടെമ്പറേച്ചറും വോളിയവും എന്താണ് ഒരു റിലേഷൻ ഉണ്ട് എന്ന് കിട്ടി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ഇൻക്രീസ് ചെയ്യുന്നു, വോളിയവും ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയവും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് എന്ത്, ചാൾസ് ലോ എന്ന് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരൊരു ഇൻക്രീസ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് അതിൻ്റെ വോളിയം ഡിക്രീസ് ഒക്കെ ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ എന്തുണ്ടാവും, ഒരു ഫിക്സഡ് വോളിയം എന്തിനുണ്ടാവും, ആ ഗ്യാസിനുണ്ടാവും. ഇനി നമ്മൾ ആ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചു. ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിൻ്റെ എന്താണ് 273.15, ആദ്യം ഉണ്ടായിരുന്ന വോളിയത്തിൻ്റെ 1/273.15 എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം ഗ്യാസിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ ആദ്യം ഒരു വോളിയം ഉണ്ടായിരിക്കുമല്ലോ 0 ഡിഗ്രി സെൽഷ്യസിൽ. 0 ഡിഗ്രി സെൽഷ്യസിൽ എത്ര വോളിയം ഉണ്ടോ ആ വോളിയത്തിൻ്റെ 273.15 പാർട്ട് അത്രയും ഇൻക്രീസ് എപ്പോൾ നടക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആദ്യത്തെ ടെമ്പറേച്ചർ അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വോളിയം എന്ന് പറയുന്നത് V0 ആയിട്ട് കൺസിഡർ ചെയ്തു. 0 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് V0 ആണെന്ന് കിട്ടി. ഇനി അത് 1 ഡിഗ്രി സെൽഷ്യസ് അവരെന്ത് ചെയ്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. അന്നേരം എന്തായി മാറി, ആ വോളിയത്തിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, V1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആ V1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറും പിന്നെന്താ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിൻ്റെ 273.15 പാർട്ട്, ദാറ്റ് ഈസ് ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ V0 അതിൻ്റെ 273.15 പാർട്ട്. അപ്പോൾ എന്താ, നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിന് കൂടെ ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്, 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഗ്യാസിനുണ്ടാകുന്ന വോളിയം. ഇനി 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തെങ്കിലോ അത് V2 എന്ന് എഴുതാം. അപ്പോൾ V0 പ്ലസ് 2V0/273.15 എന്ന് കിട്ടി. ഇനിയോ, ഇനി T എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും ആവാം, അതൊരു T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വോളിയം നമുക്ക് VT എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അതെങ്ങനെ കിട്ടും, V0 പ്ലസ് V0 ഡിവൈഡഡ് ബൈ 273.15 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇവിടെ എന്താ, ഈ V0 എന്ന് പറയുന്ന ഒരു ടേം, ഇത് വേറൊരു ടേം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, V0 രണ്ടിനകത്തുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, V0നെ കോമൺ ആയിട്ട് പുറത്തെടുത്തെഴുതി. അപ്പോൾ എന്താ, ഈ ടേമിൽ നിന്ന് V0 പുറത്തെഴുതിയാൽ ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് ഇവിടുന്ന് V0 പോയി, പിന്നെ എന്ത് ബാക്കി, T/273.15 അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. 1നെ നമുക്ക് എങ്ങനെ എഴുതാം, 1/1 എന്ന് തന്നെ എഴുതിക്കൂടെ, 1/1 തന്നെയല്ലേ 1. അപ്പോൾ 2 ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ V0 ഇവിടെ ഉണ്ട്, പിന്നെ അകത്ത് എന്ത് കിട്ടും, 273.15 ഇൻറ്റു 1 ദാറ്റ് ഈസ് 273.15 പ്ലസ് പിന്നെന്താ T ഇൻറ്റു 1 എന്താ T,
ഡിവൈഡഡ് ബൈ പിന്നെന്താ 273.15 ഇൻറ്റു 1 ദാറ്റ് ഈസ് 273.15 തന്നെ. അപ്പോൾ വി ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ എന്താ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അവരെന്താ ഒരു പുതിയ ടെമ്പറേച്ചർ സ്കെയില് ഈ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കി. ആ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്നും കൂടെ പറയും ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്നും പറയും. അതായത് ഈ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ അല്ലെങ്കിൽ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ എന്താ പറയുന്നത്, കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിലും വെച്ചിട്ട് പറയുന്നത്, അതായത് ഇപ്പം നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഏത് കേസാണ്, സെൽഷ്യസ് സ്കെയിലിൻ്റെ കേസിലല്ലേ. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിലെ 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, കെൽവിൻ സ്കെയിലിലെ 273.15 ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സെൽഷ്യസ് സ്കെയിലിലെ 0 ഡിഗ്രിക്ക് ഈക്വൽ ആണ് എന്ത്, കെൽവിൻ സ്കെയിലിൽ 273.15 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് അത് എഴുതുക? ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ ഏത് വാല്യൂവിന് ഈക്വൽ ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കെൽവിൻ സ്കെയിലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം, 273.15 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 373.15 എന്ന് കിട്ടും. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ്, കെൽവിൻ സ്കെയിലിലെ 373.15 ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഈ കെൽവിൻ സ്കെയിൽ നമ്മളിപ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ യൂണിറ്റ് എന്താ പറയുക, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പോൾ കെൽവിൻ സ്കെയിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചറിനെ ഏത് യൂണിറ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത്, കെൽവിൻ എന്ന് വെച്ചിട്ടുള്ള ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഈ കെൽവിൻ സ്കെയില് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ എന്നും അതേപോലെ തന്നെ തെർമോഡൈനാമിക് സ്കെയിൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ, വി ടി ഈക്വൽ ടു V0 ഇൻറ്റു 273.15 പ്ലസ് ടി ഡിവൈഡ് ബൈ 273.15. അപ്പോൾ അതൊന്നും കൂടെ എഴുതാവേ. വി ടി ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 273.15 പ്ലസ് ടി ഡിവൈഡഡ് ബൈ 273.15 എന്ന് കിട്ടി. അപ്പോൾ ഈ അവർ എക്സ്പെരിമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു, ഈ വാല്യൂവിലെ 273.15 പ്ലസ് ടി എന്ന് പറയുന്ന വാല്യൂവിനെ അവർ ടി എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി സഫിക്സ് ആയിട്ട് സ്മോൾ ലെറ്റർ ടി, ദാറ്റ് ഈസ് 273.15 പ്ലസ് ടി. പിന്നെയോ ഈ 273.15 അവരെന്ത് വിളിച്ചു, T0 എന്നും വിളിച്ചു. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 273.15 എന്ന് വിളിച്ചു. അപ്പോൾ എന്താ, ഈ രണ്ട് വാല്യൂസിന് പകരം ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ടി ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു ഇതിന് പകരം എന്ത് കൊടുക്കുക, ടി ടി ഡിവൈഡഡ് ബൈ T0. ഇനി എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണേ. വിയുടെ രണ്ട് ടേംസ് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ടിയുടെ ടേം മാത്രം ഈക്വൽ ടുൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ V0നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താവും, വി ടി ഡിവൈഡഡ് ബൈ V0 ഈസ് ഈക്വൽ ടു ടി ടി ഡിവൈഡഡ് ബൈ T0 എന്ന് കിട്ടുമല്ലോ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ V0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയവും വി ടി എന്ന് പറഞ്ഞിട്ട് എന്താ ഫൈനൽ വോളിയാണ്. അതേപോലെ തന്നെ T0 എന്ന് പറഞ്ഞാൽ എന്താ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ T0, ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള ഫൈനൽ കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യലും ഫൈനൽ എന്ന് പറയുന്നത് V1 ആയിട്ടും V2 ആയിട്ടും, അതായത് ഇനീഷ്യൽ വോളിയത്തിനെ V0 എന്ന് പറയുന്നത് V1 എടുക്കുക, T0 എന്ന് പറയുന്നത് എന്താണ് T1 എടുക്കുക. അതേപോലെ VT എന്ന് പറയുന്നത് എന്തെടുക്കുക, V2 എന്ന് എടുക്കുക. TT എന്ന് പറയുന്നത് എന്തെടുക്കുക, T2 എന്ന് എടുക്കുക. അതായത് ഇനീഷ്യൽ വോളിയവും ഫൈനൽ വോളിയം എന്താ V1 ഉം V2 ആയിട്ട് എടുക്കുക. ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും T1 ഉം T2 ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, VTക്ക് വരുന്ന നമ്മൾ എന്തെടുത്ത V2 അല്ലേ എടുത്തേ, V2 ബൈ V1, അതായത് ഇനീഷ്യൽ ഫൈനൽ അല്ലേ, ഈക്വൽ ടു T2 ബൈ T1 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ എഗൈൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെ, ഈ T2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, V1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ എന്താ ഇവിടെ ഡിവൈഡഡ് ബൈ അല്ലേ, ഇതാ ഇങ്ങോട്ട് വരും, ഇതെന്ത് ചെയ്യുന്ന നേരെ ഇങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് V2 ബൈ T2
ഈസ് ഈക്വൽ ടു V1 by T1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് V2 by T2 ഈസ് ഈക്വൽ ടു V1 by T1 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ട് എന്ത് എഴുതാം? ഇനിയിപ്പോൾ V3 ഉണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക? V3 by T3. V4 ഉണ്ടെങ്കിലോ V4 by T4. അങ്ങനെ കണ്ടിന്യൂ ചെയ്തല്ലേ പോവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? V by T ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതാം. അതായത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ K2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് V ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു T. ഈ T ഇങ്ങോട്ട് വരൂലേ? അപ്പോൾ K2 ഇൻറ്റു T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഈ V ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു T എന്ന് പറയുന്നതാണ് എന്ത്? ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്? V ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു T എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇതിപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കൂലേ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് എഴുതാം. അപ്പോൾ എന്താ? വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലെങ്കിൽ നേർ അനുപാതത്തിലാണ് എന്ന് പറയാമല്ലോ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ടീനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ V ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു T എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ചാൾസ് ലോ പറയുന്നത്. എന്ത്? വോളിയവും ടെമ്പറേച്ചറും നേർ അനുപാതത്തിലാണ്. ദാറ്റ് ഈസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ചാൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ റിമൈനിങ് കോൺസ്റ്റൻറ്റ് ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. എന്താ പറയുന്നത്? എന്താ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ നമ്മളൊരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചാൾസ് ലോ പറയുന്നത്.